ഞാനിപ്പോൾ വരുന്നത് തിരുവനന്തപുരത്തെ ദൂരദർശൻ്റെ ആസ്ഥാനത്ത് നിന്നാണ്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഇലക്ഷൻ പ്രക്ഷേപണത്തിൻ്റെ ഭാഗമായി ഇന്ന് CPIക്ക് ഒരു സ്ലോട്ടുണ്ടായിരുന്നു. CPIയുടെ ഇലക്ഷൻ പ്രക്ഷേപണം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അതുപ്രകാരം പാർട്ടി ഇന്നലെ തന്നെ ഞങ്ങളുടെ പ്രക്ഷേപണത്തിൻ്റെ ടെക്സ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഞാനവിടെ രാവിലെ എത്തുകയും ചെയ്തു. ആ സുഹൃത്തുക്കളെല്ലാവരും വളരെ മാന്യമായി പെരുമാറി. എല്ലാവരും നിറഞ്ഞ സൗഹൃദമായിരുന്നു. ഒരു ചായ തന്നു. അതെല്ലാം കഴിഞ്ഞവർ പറഞ്ഞു, ഈ പ്രക്ഷേപണത്തിൻ്റെ 2 പാരഗ്രാഫ് വെറ്റിംഗ് കമ്മിറ്റി വെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതൊഴിവാക്കിയിട്ട് സാറിന് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതൊക്കെ ഭാഗമാണ് വെറ്റിംഗ് കമ്മിറ്റിക്ക് സ്വീകാര്യമാകാത്തത്? അവരത് കണ്ട് കാണിച്ചു തന്നു. ഇതാണത്. അത് വെട്ടിയിരിക്കുകയാണ്, വെറ്റിംഗ് കമ്മിറ്റി വെട്ടിയിരിക്കുകയാണ്. ആ ഭാഗം പറയുന്നു, ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയും വിഭജന രാഷ്ട്രീയത്തിലൂടെ സ്വയം ശക്തി പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ നയം. അത് BJP പറ്റിയുള്ള ഭാഗമാണ്. തൊട്ട് മുമ്പുള്ളൊരു വാചകമുണ്ട്, അത് വെട്ടിയിട്ടില്ല, പക്ഷേ അത് വായിക്കപ്പെടുന്ന വ്യക്തമാകും. കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJPക്കും അവർ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയത്തിലും ഈ കേരളം സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് വാചകത്തിന് താഴെയാണ് വെട്ടിയ ഭാഗമുള്ളത്. ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയും വിഭജന രാഷ്ട്രീയത്തിലൂടെ സ്വയം ശക്തി പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ നയം. അത് വെട്ടിയിരിക്കുന്നു. പിന്നെ വെട്ടിയ അടുത്ത ഭാഗം, BJP അന്യ മതവിദ്വേഷത്തിൻ്റെ പിന്തിരിപ്പൻ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗങ്ങളുടെയും നേർക്ക് ഭരണകക്ഷിയുടെ പിന്തുണയോടെ കടന്നാക്രമണം നടക്കുന്നു. പീഡനങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നിയമവാഴ്ചയുടെ സംരക്ഷണം ലഭിക്കുന്നില്ല. പീഡകർക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇതാണ് വെട്ടിയ 2ാമത്തെ പാരഗ്രാഫ്. ഈ 2 പാരഗ്രാഫ് ഒഴിച്ച് ബാക്കിയെല്ലാം വെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് ബാക്കിയെല്ലാം വായിച്ച് റെക്കോർഡ് ചെയ്യാം, ഈ ഭാഗം റെക്കോർഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, ഈ വെറ്റിംഗ് കമ്മിറ്റിയെ ആരാണ് നിയന്ത്രിക്കുന്നത്? അതൊരു ഗൈഡ് ലൈൻസ് ആണെന്ന് പറഞ്ഞു. ആ ഗൈഡ് ലൈനിൻ്റെ കോപ്പി തരാമെന്ന് ചോദിച്ചു. അവർ വളരെ മാന്യമായിട്ട് എനിക്ക് ഗൈഡ് ലൈനിൻ്റെ കോപ്പി തന്നു. ഇതാണ് ആ കോപ്പി. ഗൈഡ് ലൈൻസ് ഫോർ ഒബ്സർവൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റ്. The telecast or broadcast on Doordarshan or AIR will not permit A. criticism of other countries. ഞാൻ പറഞ്ഞു അത് ഇതിനകത്തില്ല. B. attack on religions or communities. ഞാൻ പറഞ്ഞു അത് ഇതിനകത്തില്ല. Anything obscene or defamatory ഇതിനകത്തില്ല. Incitement of violence ഇതിനകത്ത് ഒട്ടുമേ ഇല്ല. എനിത്തിങ് അക്കൗണ്ടിങ് ടു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് തീരെയില്ല. ഇതൊക്കെ എൻ്റെ മറുപടിയാണ് അവരോട്. ആസ്പെർഷൻ എഗൻസ്റ്റ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ജുഡീഷ്യറി തീരെയില്ല. G.
എനിത്തിങ് അഫക്റ്റിംഗ് ദ യൂണിറ്റി, സെവേർണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇതിനകത്ത് അങ്ങനെ ഒന്നുമേ ഇല്ല. എച്ച് എനി ക്രിറ്റിസിസം ബൈ നെയിം ഓഫ് എനി പേഴ്സൺ, ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞു ഈ ഗൈഡ് ലൈൻ പ്രകാരമാണെങ്കിൽ ഒന്നും വെട്ടാൻ പാടില്ല. വെറ്റിംഗ് കമ്മിറ്റി വെട്ടിയ ഈ ഭാഗങ്ങളെല്ലാം ഈ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ല ചെയ്തിരിക്കുന്നത്.